നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റുമുട്ടിയത് നമ്മൾ കണ്ട കാഴ്ചയാണ്. വളരെ നാടകീയമായ സംഭവവികാസങ്ങളാണ് അരങ്ങേറിയത്. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ എത്തുന്നു. 2-3 ചോദ്യങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് പോകുന്ന സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെയാണ് മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞത്. പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ടർ AV ജയശങ്കറാണ് മുഖ്യമന്ത്രിക്ക് അദ്ദേഹം പോകുന്നതിന് പിന്നാലെ തന്നെ ഇത് മോശമാണ് ഈ കാണിക്കുന്ന CMA, ഞങ്ങൾ കുറച്ചുപേർ ഇവിടെ വന്നിരിപ്പുണ്ട്, ഇപ്പോൾ 2 ചാനലുകൾക്ക് മാത്രമാണ് അവരുടെ ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം നൽകാനാണെങ്കിൽ അങ്ങ് ഞങ്ങളെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ലല്ലോ എന്നതടക്കമുള്ള ഒരു പൊട്ടിത്തെറിയാണ് മാധ്യമപ്രവർത്തകൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ മാധ്യമപ്രവർത്തകൻ ഒരു KSUകാരനാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സൈബർ ഇടങ്ങളിൽ വലിയ ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഭവം വളരെയധികം നിർണായകമായി മാറിയിരിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വിഭാഗം മാധ്യമപ്രവർത്തകർക്ക് മാത്രം മറുപടി നൽകിയതാണ് മറ്റു മാധ്യമപ്രവർത്തകരെ ചൊടിപ്പിച്ചത്. ഇതിന്റെ പേരിലാണ് മുഖ്യമന്ത്രിയുമായി വാക്കേറ്റമുണ്ടാകുന്ന സാഹചര്യമുണ്ടായത്. CPMന്റെ മുഖപത്രത്തിന്റെയും ചാനലിന്റെയും മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന്, അതായത് കൈരളിയുടെയും ദേശാഭിമാനിയുടെയും മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് മാത്രമാണ് മുഖ്യമന്ത്രി മറുപടി നൽകുന്നതെന്നും മുഖ്യമന്ത്രിയുടെ മറ്റു മാധ്യമപ്രവർത്തകർ ഇതിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇത് മോശമാണ് എന്നായിരുന്നു വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് എഴുന്നേറ്റ മുഖ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ പറഞ്ഞത്. പിന്നെ എന്തിനാണ് വാർത്താ സമ്മേളനം എന്ന് പറഞ്ഞ് വിളിച്ചു കൂട്ടിയതെന്നും മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയോട് ചോദിക്കുകയുണ്ടായി. ഇതൊരു സ്ഥിരം ശൈലിയാണെന്നും അവർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ ശൈലി നമുക്കറിയാം. അദ്ദേഹം വളരെ വേഗത്തിൽ കോപിക്കുന്ന അല്ലെങ്കിൽ വളരെ വേഗത്തിൽ ദേഷ്യപ്പെടുന്ന, അതായത് സദസ്സ് നോക്കാതെ അദ്ദേഹം ദേഷ്യപ്പെടാറുണ്ട്, തിരിച്ച് മറുപടി പറയാറുണ്ട്. അത്തരത്തിലുള്ള മുഖ്യമന്ത്രിയോട് അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്ന് ഇത് മോശമാണ് എന്ന് പറയാൻ കാണിച്ച ധൈര്യത്തെയും ഒരു കൂട്ടർ അഭിനന്ദിക്കുന്നുണ്ട്. എന്തായാലും എഴുന്നേറ്റ് പോയ മുഖ്യമന്ത്രി ഈ ഒരു മാധ്യമപ്രവർത്തകൻ്റെ ഈ ഒരു ചോദ്യങ്ങൾ, ഈ കാണിക്കുന്ന മോശമല്ലേ എന്ന് ചോദിച്ച ചോദ്യം പിന്നാലെ നിർത്താതെയുള്ള ആ ഒരു പറച്ചിലുകൾ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തിരിച്ചെത്തുകയും ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ, ചോദ്യം ചോദിക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രി നൽകിയ മറുപടി. ഇവിടെ ചിലർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്, അതാണ് ഇപ്പോൾ പ്രകടമായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് ഏതെങ്കിലും വാർത്താ സമ്മേളനത്തിൽ കാണുന്ന കാര്യമാണോ? നിങ്ങളെല്ലാവരും ചോദിച്ചു ഏത് മാധ്യമ പ്രവർത്തകരാണെന്ന് ഞാൻ ചോദിച്ചില്ല, മറുപടി വിശദമായി പറഞ്ഞു. നിങ്ങളിൽ ചിലരുടെ മനസ്സിൽ ചോദ്യങ്ങളുണ്ടാകും, അത് ചോദിച്ചാലല്ലേ ഉത്തരം പറയാൻ പറ്റൂ. പത്രസമ്മേളനത്തിൽ എല്ലാവർക്കും ചോദ്യം ചോദിക്കാൻ അവസരം കിട്ടിയെന്ന് വരില്ല, സമയം കഴിഞ്ഞതുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചു. കഴിഞ്ഞ ദിവസം തിരൂരിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ഉയർന്ന ചോദ്യത്തോട് പ്രതികരിക്കാതെ അദ്ദേഹം ക്ഷുഭിതനായിരുന്നു. മുഖ്യമന്ത്രി കൊല്ലത്തും ആ ചോദ്യത്തെ അവഗണിച്ചു. പ്രത്യേകിച്ച് ആ ചോദ്യം ഇതാണ്, SDPയോടുള്ള നിലപാട്. അതിനെക്കുറിച്ചുള്ള ചോദ്യമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഇത്തരത്തിൽ മാധ്യമങ്ങളുമായി ഒരു എതിർപ്പുണ്ടാകാൻ കാരണമായിരിക്കുന്നത്. കൊല്ലത്ത് നടന്നത് 3/4 മണിക്കൂറായിരുന്നു പത്രസമ്മേളനം. ആദ്യത്തെ അരമണിക്കൂർ വികസന നേട്ടങ്ങളെ പറ്റി മുഖ്യമന്ത്രി പറഞ്ഞു. അതിനുശേഷം വലതുവശത്ത് നിന്ന് ഒരു ചാനൽ പ്രവർത്തകൻ SDPI പിന്തുണയെ പറ്റിയുള്ള ചോദ്യം തുടങ്ങി. അപ്പോഴേക്കും ഇടതുവശത്തുണ്ടായിരുന്ന പാർട്ടി ചാനൽ റിപ്പോർട്ടർ ഒച്ചയുയർത്തി പ്രതിപക്ഷ നേതാവ് സംവാദത്തിന് വെല്ലുവിളിച്ചതിനെ പറ്റി ചോദ്യം ഉന്നയിച്ചു. അതിനുള്ള മുഖ്യമന്ത്രിയുടെ ഉത്തരം നീണ്ടുപോയി. അത് അവസാനിപ്പിച്ചപ്പോൾ വീണ്ടും ചാനൽ പ്രവർത്തകൻ SDPI പിന്തുണയെപ്പറ്റി ചോദ്യം ഉന്നയിച്ചു. എന്നാൽ അതിൻ്റെ മേലെ പാർട്ടി പത്രത്തിലെ റിപ്പോർട്ടർ ചോദ്യം ഉയർന്നു. അത് മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ BJPയും UDF നൽകുന്ന ഗ്യാരണ്ടിയെ പറ്റിയായിരുന്നു. അതിൻ്റെ മറുപടി പറഞ്ഞ് നിർത്തിയപ്പോഴും വീണ്ടും നേരത്തെ ചോദ്യം ഉന്നയിച്ച ചാനൽ റിപ്പോർട്ടറുടെ SDPI പിന്തുണയെപ്പറ്റി ചോദ്യം ഉയർന്നു. അപ്പോഴേക്കും ഭവന നിർമ്മാണത്തിന് സർക്കാർ ഭൂമി കൈമാറാമെന്ന് പറഞ്ഞിരുന്ന UDF ആരോപണത്തെപ്പറ്റി പാർട്ടി ചാനൽ പ്രവർത്തകന്റെ ചോദ്യം ഉയർന്നു. നല്ല ഭാഷയിൽ വാസ്തവവിരുദ്ധമെന്നും ഇത്തിരി കടുപ്പത്തിൽ പറഞ്ഞാൽ പച്ചക്കള്ളമെന്നും പറഞ്ഞ് അപ്പോൾ നമുക്കിവിടെ നിർത്താമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി മൈക്ക് ഓഫ് ചെയ്ത് എഴുന്നേറ്റ് പോവുകയായിരുന്നു. ഇതോടെയാണ് മറ്റു മാധ്യമ പ്രവർത്തകർക്ക് ഇത് വലിയ ഒരു അസ്വാരസ്യം ഉണ്ടാക്കിയത്. അപ്പോൾ SDPI പിന്തുണയെപ്പറ്റി ചോദ്യം ഉയർത്തിയ മാധ്യമ പ്രവർത്തകൻ ഇത് ശരിയല്ല CMA എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പാർട്ടി ചാനലിനെ, പാർട്ടി പത്രത്തെ മാത്രം വിളിച്ചാൽ പോരെ എന്നും മറ്റു മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും ഉയർന്നു. ഇതോടെ തിരികെ പോകാൻ പടിയുടെ അടുത്തെത്തിയ മുഖ്യമന്ത്രി പെട്ടെന്ന് തിരിഞ്ഞ് ചോദ്യമുയർന്ന ഭാഗത്തേക്ക് നോക്കി. രൂക്ഷമായി തന്നെയാണ് അദ്ദേഹം നോക്കിയത്. പിന്നെ മൈക്കിനടുത്തെത്തി മൈക്ക് ഓൺ ചെയ്തിട്ട് ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ പോരാ, അത് ചോദിക്കണം. ഇവിടെ ചിലർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്, പ്രത്യേക അജണ്ട വെച്ച് പലരും പെരുമാറുന്നു, അല്ലെങ്കിൽ ചില അജണ്ടയ്ക്ക് അനുസൃതമായി ചിലർ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു എന്ന വിമർശനം മുഖ്യമന്ത്രി നേരത്തെയും ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഈ സംഭവത്തിന് പിന്നാലെയും ഇവിടെ ചിലർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട് എന്ന വിമർശനം മുഖ്യമന്ത്രി ഉന്നയിക്കുകയുണ്ടായി. ആ ഉദ്ദേശമാണ് ഇവിടെ പ്രകടമായത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം.
ഏതെങ്കിലും വാർത്താ സമ്മേളനത്തിൽ കാണുന്ന കാര്യമാണോ ഇത്? നിങ്ങളെല്ലാവരും ചോദിച്ചു നിങ്ങൾ ഏത് മാധ്യമ പ്രവർത്തകരാണെന്ന് ഞാൻ ചോദിച്ചില്ല. എല്ലാവർക്കും ചോദിക്കാൻ സമയം കിട്ടിയെന്ന് വരുമോ? അപ്പോൾ സമയം കഴിഞ്ഞു, അതുകൊണ്ടാണ് നിർത്തിയതെന്ന് പറഞ്ഞ് വീണ്ടും മുഖ്യമന്ത്രി എഴുന്നേറ്റ് പോവുകയും ചെയ്തു. അപ്പോഴും ഞാൻ ചോദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ആ ചാനൽ പ്രവർത്തകൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും മാധ്യമപ്രവർത്തകരും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ വലിയൊരു വാക്കേറ്റമാണ് അവിടെ ഉണ്ടായത്. വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഒരു വിഭാഗം മാധ്യമപ്രവർത്തകർ മാത്രം മറുപടി നൽകിയത് അത് മറ്റ് മാധ്യമപ്രവർത്തകരെ ചൊടിപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല SDPIയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് എന്തുകൊണ്ട് മുഖ്യമന്ത്രി കൃത്യമായ ഒരു ഉത്തരം നൽകുന്നില്ല എന്നതിന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ ചർച്ചയായതാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇതൊരു സ്ഥിരം ശൈലിയാണെന്നതടക്കമുള്ള ഒരു പൊട്ടിത്തെറി മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം പ്രത്യേക അജണ്ട വെച്ച് തന്നോട് ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് SDPIയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ഉയർന്നപ്പോൾ അത് അവരോട് പോയി ചോദിക്കൂ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. മാത്രമല്ല ഒരു ചില ചാനലുകൾക്ക് പ്രത്യേക അജണ്ടയുണ്ട്. ആ അജണ്ടയ്ക്ക് അനുസൃതമായുള്ള ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. അത്തരത്തിലുള്ള ചോദ്യം തന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ആ അജണ്ടയ്ക്ക് അനുസരിച്ച് നിൽക്കാൻ താൻ തയ്യാറല്ല എന്ന് മുഖ്യമന്ത്രി തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഇന്നും അദ്ദേഹം കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. മരിച്ചവരെ പോക്കറ്റ് അടിച്ചില്ലേ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം. വയനാട്ടിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ച വീട് നിർമ്മാണത്തിലാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. വികസനത്തിൽ സംവാദം തുടങ്ങിയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സർക്കാരിന്റെ നേട്ടങ്ങളെക്കുറിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതു മുതൽ പ്രതിപക്ഷവുമായി സംവാദം തുടങ്ങിക്കഴിഞ്ഞു. അതിൽ തർക്കമുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടാനായിരുന്നു മുഖ്യമന്ത്രിയുടെ വെല്ലുവിളി. അതിനുശേഷം സംവാദമാകാം, എന്നാൽ നേരിട്ടുള്ള സംവാദം ഉണ്ടാവില്ല എന്നാണ് സൂചന. സംവാദം തുടരാമെന്ന് മാത്രമാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്നതും ഏറ്റവും ശ്രദ്ധേയം. മാത്രമല്ല പ്രതിപക്ഷ നേതാവ് കള്ളം പറയുന്നുവെന്നും നുണയനാണെന്നും മുഖ്യമന്ത്രി പിന്നെയും കുറ്റപ്പെടുത്തി. പരസ്പര സംവാദത്തിന് വെല്ലുവിളി ഏറ്റെടുത്തും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കളത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. സംവാദത്തിന് വെല്ലുവിളിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശനോട് എല്ലാ കാര്യവും ചർച്ച ചെയ്യുകയാണെങ്കിൽ സംവാദത്തിന് തയ്യാറാണ് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഇനി സംവാദമായാലോ എന്ന തലക്കെട്ടോടെ LDF സർക്കാരിന്റെ റിപ്പോർട്ട് കാർഡ് മുഖ്യമന്ത്രി ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടു. സംവാദത്തിന് ഏറ്റവും നല്ല വേദി നിയമസഭയായിരുന്നുവെന്നും അവിടെ നിന്ന് ഒളിച്ചോടിയവരാണ് വെല്ലുവിളിക്കുന്നതെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സഭാതലത്തിൽ പറഞ്ഞാൽ പറഞ്ഞതിന് മറുപടി കിട്ടും. ആ മറുപടി താങ്ങാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ഒളിച്ചോടിയതെന്നും മുഖ്യമന്ത്രിയുടെ പരിഹാസം. സർക്കാരിനെ കുറിച്ച് വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കാനുള്ള അവസരമായിരുന്നു നിയമസഭയിലെ ചർച്ചകൾ. എന്നാൽ പ്രതിപക്ഷം ഇതിലൊന്നും പങ്കെടുത്തില്ല. മന്ത്രിമാർ അഴിമതി മറ്റും നടത്തിയെങ്കിൽ അത് സർക്കാരിന്റെ കൊള്ളരുതായ്മകളൊന്നും പ്രതിപക്ഷം ഉന്നയിച്ചില്ല. ഒരു അടിയന്തര പ്രമേയം അവസാന സമ്മേളനത്തിൽ കൊണ്ടുവന്നില്ല. സർക്കാരിനെ കുറ്റവിചാരണ നടത്താനുള്ള ഏറ്റവും നല്ല മാർഗം അവിശ്വാസ പ്രമേയമായിരുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.